കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തെ നമ്മൾ കാണുന്ന ബാലനെ വെല്ലു വിളിക്കുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛൻ. അതോടൊപ്പം തന്നെ ബാലൻ തന്റെ തീരുമാനങ്ങളുമായിട്ട് ദേവമംഗലത്തേക്ക് വരുവാണ്. പിന്നീട് അനുസരിയെയും ആരിനെയും വിളിച്ചിട്ട് തന്റെ തീരുമാനം പറയുകയാണ്. ഈ തീരുമാനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയതില്ല, തകർന്ന് തരിപ്പണമായി പോവാണ് ആര്യനും അനുസരിയൊക്കെ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ബാലിനെ താർക്കാൻ വേണ്ടിയിട്ട് ആര്യനെ വെച്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനായിട്ട് അലോക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആര്യൻ എന്ത് ചെയ്യുവാണ്, നേരെ അലോകിനെതിരെ കേസ് കൊടുത്തു. അങ്ങനെ പോലീസ് വന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അവസാനം അലോകിന് ബാലിന്റെ അടുത്ത് മാപ്പ് പറയേണ്ടതായിട്ട് വന്നു. അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ധർമ്മൻ ആര്യനോട് പറഞ്ഞു, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ, എന്നാലും നീ എത്ര തന്ത്രപരമായിട്ടാ നീ അലോകിനെ കുടിക്കേന്ന് ചോദിക്കാം. അല്ല പിന്നെ എന്റെ അച്ഛനെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടുമെന്ന് മാമനും കരുതിയെന്ന് പറയാണ്. ആകാശ് പറഞ്ഞു, എന്നാലും നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുക. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ഗോമതി നേരെ ബാലിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, എന്നാലും ആരിനെക്കുറിച്ച് ചിന്ത, പാവൻ 2 ദിവസം ഈ വീട്ടിലില്ലായിരുന്നു. അത് ബാലേട്ടൻ അവനെ ഇറക്കി വിട്ടെ. ആ സമയത്ത് അലോക് വന്ന് അവനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ ചെയ്ത് കണ്ടോ, അവനറിയാം അവന്റെ അച്ഛൻ എത്ര പാവാന്ന്, എല്ലാവരെയും ഈ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറയാം. ഈ സമയം ബാലൻ പറഞ്ഞു, അതൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഗോമതി. കാരണം എന്താണെന്നറിയോ, ദേവമംഗലം കൃഷ്ണമംഗലം തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വാക് പോരാട്ടമൊക്കെ നടത്തും എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ ഇടയിലേക്ക് ഒരു പോലീസ് കേസ് ഒന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കും, പറഞ്ഞു തീർക്കും. അതാണ് സാധാരണഗതി ചെയ്യുന്നത്. അറിയാലോ നിനക്ക്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മുടെ ആര്യമ്മോനെ അവര് ആ സമയം ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചല്ലോ. ഒരു പക്ഷേങ്കിൽ അവരുടെ വലയിലെങ്ങാനും അവൻ വീണു പോയിരുന്നെങ്കിലോ. ഈ സമയം ബാലൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും വീണു പോലെന്ന് എനിക്ക് ഉറച്ചു വിശ്വാസം ഉണ്ടായിരുന്നു ഗോമതി. നീ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഞാൻ അവനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ എൻ്റെ മകനാ. അവൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അവൻ എന്നോട് എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ അവനാ എന്നോട് സ്നേഹം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേന്ന് ചോദിക്കും. പിന്നെ എന്നിട്ടാണ് ബാലേട്ടൻ അവനെ ഇറക്കി വിട്ടേന്ന് പറയാം. അതിപ്പോ ദേഷ്യം വന്നിയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയും, പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ അവൻ അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിനക്കല്ലേ അത് മനസ്സിലാകത്തേന്ന് ചോദിക്കാം. അതെ അതെ, ഇപ്പൊ ഒരു പ്രശ്നം വന്നു, ഇപ്പൊ നിങ്ങളെല്ലാവരും ഒന്നായി, അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ മണ്ടിയായില്ലേന്ന് ചോദിക്കാം. നീ മണ്ടിയാന്ന് ഞാൻ പറഞ്ഞില്ലോ ഗോമതി, ഞാൻ അങ്ങനെ പറഞ്ഞല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആനന്ദിന് പോലും വിശ്വാസം വന്നില്ല. ആനന്ദിനെ ആര്യനെ വിളിച്ചോണ്ട് മാറ്റിക്കൊണ്ട് പോവാണ്. പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ അലോക് തന്നെ കാണാമെന്നും സ്വാധീനിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. ഓഹോ, ആ കൃത്യസമയത്ത് തന്നെ അവൻ അവിടെ വന്നു. ഒരു പക്ഷെ നിന്നെ കയ്യിലെടുക്കുവാണെങ്കിൽ ദേവമംഗലത്തെ തകർക്കാന്നൊരു വിചാരം ഉണ്ടാക്കണം. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാം. പിന്നെ അലോകിന്റെ ബുദ്ധിയല്ലെന്ന് വെച്ചാൽ എൻ്റെ ബുദ്ധി. എനിക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു ആനന്ദേട്ടാ, അവൻ നമ്മളെ പരസ്പരം തെന്നിപ്പിക്കാൻ തന്നെ ശ്രമിക്കുക എന്നുള്ള കാര്യം. അത് മാത്രമല്ല, എന്നെ കൃഷ്ണമംഗലത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തായിരുന്നു. അവിടെ എന്നെ മാമന്മാർ കാത്തിരിപ്പുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞോണ്ട്. പക്ഷെ ചെല്ലാന്നൊക്കെ പറഞ്ഞ് നൈസ് ഞാൻ അവനെ പറഞ്ഞു വിടുക ചെയ്തേ. കാരണം അവനെ ആ സമയത്ത് ഞാൻ പിണക്കിയില്ല. അവനിട്ടൊരു തിരിച്ചടി കൊടുക്കേണ്ട എൻ്റെ ആവശ്യമായിരുന്നു പറയാണ്. ഈ സമയത്ത് വീടിനകത്തേക്ക് കയറിപ്പോയ അനന്തനും അച്യുതനും പറഞ്ഞു, അവൻ കളിച്ചിരിക്കുന്നു, അവൻ ആ ബാലന്റെ മോൻ തന്നെയാന്ന് പറയാം. ഈ സമയം ഗോമതിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, അതിന് വല്ല സംശയമുണ്ടോ, അവൻ ചെയ്തതിൽ എന്താ തെറ്റ്? ഇവിടെ തെറ്റ് ചെയ്ത ആരാ? നിന്റെ മകൻ അലോകല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നേ. അവൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കിട്ടിയ സമയം പാഴാക്കാതെ ആ ആര്യനെ സ്വാധീനിക്കാൻ പോയിരിക്കുന്നു. ആ വീടിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അവനാ. അത് ഇത്ര നാളായിട്ട് ഇവിടെയുള്ള ആർക്കും മനസ്സിലായില്ലേ, ആ കുടുംബത്തിന് വേണ്ടിയിട്ട്. പിന്നെ സ്നേഹം ഇത്ര പറഞ്ഞു, അവന്റെ സ്നേഹം അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, നീ എന്തൊക്കെയാ മിത്ര ഇങ്ങനെ പറയണേ? നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കരുതെന്ന്. കാരണം 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ച് കഴിയേണ്ടവരാ. അതിന് പാടും എന്നും ഈ ശത്രുതയായിട്ട് മുന്നോട്ട് പോകാനാണോ? അച്ഛൻ പറഞ്ഞു, അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. പോലീസുകാർ ഈ മുറ്റത്ത് അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവനിട്ട് ഇതിനുള്ള പണി കൊടുക്കുമെന്ന് പറയാം. ഇനി ഇനി പണിയായിട്ട് ഇറങ്ങിക്കോ. നന്ദിനി പറഞ്ഞ, അല്ല ഇവനല്ലേ ശരിക്കും കാരണക്കാരൻ അലോക്, അവൻ കാരണല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അവന് ന്യായീകരിക്കുവാണ് ചെയ്യണ്ടേ. അവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം ഇനി വീണ്ടും വാശിയും വൈരാഗ്യമായിട്ട് ഇറങ്ങുവാണെന്നിരിക്കുക. അതെ, ഇതങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. പോലീസും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതിന്റെ 8ന്റെ പണി കൊടുത്തിരിക്കുമെന്ന് പറയാം. അലോക് പറയും, ശരിയാ, ഇന്ന് അവൻ എന്നെ ജയിലിൽ കയറ്റാൻ ശ്രമിച്ചു, നാളെ അവനെ ഞാൻ വെറുതെ വിടുന്നില്ല. അവനിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. അവൻ നമ്മുടെ കൂടെ നിന്നിട്ട് തന്ത്രപരമായിട്ട് അവൻ കരിക്കുള് നീക്കുകയോ ചെയ്തതെന്ന് പറയണം. ഈ സമയം അച്ഛനും പറഞ്ഞു, അതാ അവന്റെ ബുദ്ധി, അവൻ കളിച്ച കളിയുണ്ടോ. അങ്ങനെ തന്നെ അതേ നാണയത്തിൽ തന്നെ വേണം നമുക്ക് അവളിനിട്ട് തിരിച്ചു പണി കൊടുക്കാനെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ബാലൻ നേരെ കടയിലേക്ക് പോവാണ്. കടയിലേക്ക് പോകുമ്പോഴാണ് വഴിക്ക് വെച്ച് മീനാക്ഷിയുടെ അച്ഛനെ കാണുന്നത്, രവിനെ കാണുന്നത്. ബാലനെ കണ്ടതും അയാള് നേരെ
ബാലിന്റെ ഇടയിലേക്ക് വരുവാണ്. അപ്പൊ രവീനെ കണ്ടപ്പോൾ ആദ്യം ഒരു പതർച്ച ഉണ്ടായി ബാലിനെ, കാരണം മീനാക്ഷി അവിടെ ഉണ്ട്. അപ്പൊ അയാൾ അന്ന് പോയി പടിയടിച്ച് പിണ്ടം വെച്ചിട്ട് പോയതാ. അതൊക്കെ ബാലിന്റെ ഉള്ളിൽ കൂടെ പെട്ടെന്ന് കടന്നു പോവാണ്. പിന്നീട് വന്നിട്ട് പറഞ്ഞു, ഓ എന്റെ മോളെ, എന്റെ ഒരു സർക്കാർ ജോലിക്കാരനെ കിട്ടിയെന്നുള്ള സന്തോഷത്തിലായിരിക്കും നിങ്ങളിപ്പോൾ ഇരിക്കുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട ബാലൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല രവി എന്ന് പറയണം. ചിന്തയില്ല പോലും. കാരണം എൻ്റെ മോളെ അത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ പഠിച്ച് അത്ര ആക്കി വിട്ടത്. കാരണം എനിക്ക് ഒറ്റ മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളാണ് അവളുടെ തോന്നിയാസം ഇറങ്ങിപ്പോയിരിക്കുന്നത്. പക്ഷേങ്കിൽ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോഴത്തേനും ബാലന് സങ്കടവും ദേഷ്യം വന്നു. ബാലൻ പറഞ്ഞു, അല്ല അതിന് എൻ്റെ മാൻ എന്ത് കുറവുണ്ടായിട്ടെന്നാ പറയണേ? അവന് പണമില്ലേ? ഇഷ്ടം പോലെ പണമുണ്ട്. പിന്നെ എന്താ കുഴപ്പം? അവളെ പോറ്റാനുള്ള കഴിവ് അവനുണ്ട്. പലചരക്ക് കടയിലാണെങ്കിലും അവനൊരു പണിയുണ്ടല്ലോ, സ്ഥിര വരുമാനം ഉണ്ടല്ലോ. പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും. പലചരക്ക് കടയിലെ പണി പോലും. അതെ, അവൾക്ക് വന്ന് വിവാഹാലോചനകളൊക്കെ എഞ്ചിനീയർമാരൊക്കെ ആയിരുന്നു. എന്നിട്ടാണ് ചുമ്മാ ഒരു കടക്കാരനെ പോയി അവൾ കെട്ടിരിക്കുന്നത്. അതോ സ്വന്തം കടയല്ല, അച്ഛൻ്റെ കടയിൽ കൂലിക്ക് എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു മകനെ. കൂലിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാടോ അവർ നന്നാന്ന് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ബാലിന് ഭയങ്കര സങ്കടമായിപ്പോയി. ബാലൻ പറഞ്ഞു, സർക്കാർ ജോലി ഇല്ലെന്നോർത്തണ്ട, മനുഷ്യനെ ജീവിക്കാൻ പറ്റില്ലേ? എൻ്റെ മകൻ സർക്കാർ ജോലി ഇല്ലെന്ന ഒരു കുഴപ്പമുള്ളൂ, അല്ലാതെ അവന് ഒന്നിനും ഒരു കുറവില്ല. പിന്നെ നിങ്ങളുടെ മാൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാൾ അവിടെ നല്ല സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത്. അവൾക്ക് ഇന്ന് വരെ ഒന്നിനും ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന് പറയാം. അത് താൻ പറയൂടോ, അവളെ ഞങ്ങൾ നോക്കിയിരുന്ന എങ്ങനെയാണെന്നറിയോ? കണ്ണിലെ കൃഷ്ണമണി പോലെയോ, ഒന്നിനും ഒരു കുറവും വരുത്താതെ. ഒറ്റ മോളിലാണല്ലോ എന്നോർത്തോണ്ട് തലയെ വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നേ. അവളാണ് ഇപ്പം അവിടെ അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ വന്ന് ജീവിക്കുന്നത്. ഇത് കേട്ടാൽ ബാലന് നല്ല ദേഷ്യവും സങ്കടം വന്നു. ബാലൻ പറഞ്ഞു, അതെ എനിക്ക് നിങ്ങളോട് കൂടുതലും സംസാരിക്കാനില്ലെന്ന് പറയണം. പിന്നെ നിങ്ങളുടെ മകളെ ഞാൻ അവിടെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് ഞാൻ അവളെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മകൻ കൂട്ടിക്കൊണ്ട് വന്നല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനും എൻ്റെ മകൻ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് അവളെ തെരുവിലേക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ല. ഇപ്പോഴവൻ്റെ ഭാര്യ അവള് അവൻ്റെ ഭാര്യയായിട്ട് അവിടെ തന്നെ ജീവിക്കും. അവൾക്ക് എത്ര കാലം അവിടെ കഴിയണം തോന്നുന്നു അത്രയും കാലം അവിടെ സുഖമായിട്ട് ജീവിക്കും എന്ന് പറയാം. പിന്നെ അവിടെ വന്ന് നിങ്ങളുടെ മോളാണ് നമ്മളെ അധികാരത്തിൽ അവളെ കൊണ്ടാന്ന് വിചാരിച്ച അതൊന്നും നടക്കില്ല എന്ന് പറയാം. ഇത് കേട്ടൻ രവി പറഞ്ഞു, ആർക്ക് വേണം? അവളെ ഞാൻ പടിയടിച്ച് പിണ്ടം വെച്ചാ, അല്ലെങ്കിലും അവളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾ പാടെ കളഞ്ഞ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, നിങ്ങളുടെ മോനെക്കുറിച്ചും വലിയ പണത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പ്രതാപം പറയുന്നുണ്ടല്ലോ, അവന് സ്ഥിരമായിട്ട് ആദ്യം ഒരു ജോലിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ സംസാരിക്കാൻ പറയാം. ബാലിന് വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം സർക്കാർ ജോലിയില്ല, അല്ലെങ്കിൽ നല്ലൊരു ജോലി ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇയാളിങ്ങനെ തൻ്റെ മകനെ ആകാശിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അവനെ കടയിൽ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ കൂലിക്ക് നിർത്തി എന്നൊരു ആരോപണമാണ് അയാൾ ഉന്നയിക്കുന്നത്. ബാലിന് സഹിക്കാവുന്നതിലും അപ്പുറം വരുന്നത്. അങ്ങനെ ബാലൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ ആകാശം ആനന്ദം എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ബാലൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഗോമതിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. എന്ത് പറ്റി ബാലേട്ടാ? കാര്യം എന്താന്ന് ചോദിക്കുക. അല്ല ആകാശം അനുസരിച്ച് എന്ത് ചെയ്യുന്ന ചോദിക്കുക. അവരകത്തുണ്ട്, അവരിങ്ങോട്ട് വിളിക്കാൻ പറയണം. അപ്പം ഗോമതിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ആരിനെയും അനുസരണയും കൂടെ അങ്ങോട്ട് വിളിക്കുകയാണ്. എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ബാലൻ പറഞ്ഞു, അതെ ഞാൻ ഒരു കാര്യം പറയാൻ പോവാ. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിങ്ങൾ സാധിച്ചാണെന്ന് പറയാം. അച്ഛൻ എന്ത് വെള്ളം പറഞ്ഞു, അച്ഛൻ്റെ ആഗ്രഹം എന്താണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ സാധിച്ചു തരുമെന്ന് ആര്യം പറയാണ്. എനിക്ക് ഏറ്റവും വലിയ മോഹം എന്താണെന്നറിയാമോ? നിങ്ങളെ പഠിപ്പിച്ച ഉന്നത നിലയിൽ എത്തിക്കണം. അതിന് മാത്രം ഇനി എൻ്റെ ആഗ്രഹം. ആകാശൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ആനന്ദിന് പിന്നെ ഓൾറെഡി ഒരു ജോലിയുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ എത്തിക്കണം എന്ന് പറയാം. അല്ല അച്ഛൻ എന്താ ഉദ്ദേശിക്കണേ? ഈ സമയം ഗോമതി പറഞ്ഞു, അവർ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ, അവർ പഠിക്കട്ടെ. പഠിച്ചുകൊണ്ടിരിക്കാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ ഇവരെ രണ്ടുപേരും ഞാൻ IAS കാണാൻ ആഗ്രഹിക്കുന്നു പറയാം. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, ഫസ്റ്റ് നല്ല സൂപ്പർ തീരുമാനം. ഒന്നും ചെറിയ ആഗ്രഹങ്ങളല്ല, വലിയ ആഗ്രഹം തന്നെ IAS കാരണം ഈ വീടിന് മുന്നിലൊരു ബോർഡ് വേണം. ആര്യൻ IAS അതുപോലെ തന്നെ അനുശ്രീ IAS. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും IAS പറയാം. ഇത് കേട്ട ആര്യം പറഞ്ഞു, അച്ഛൻ എന്ത് വർത്താനായി പറയണേ? ഇത് കടയിൽ പോയി മേടിച്ചാൽ കിട്ടുന്ന സാധനമൊന്നുമില്ല IAS എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അങ്ങനെയുള്ള താല്പര്യമില്ല. എനിക്ക് എൻ്റെതായ ചില സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പം ബാലിന് ഭയങ്കര ദേഷ്യ സങ്കടം വന്നു. ഓഹോ, അപ്പം എന്നെ എല്ലാവരും കൂടെ മനഃപൂർവ്വം തകർക്കാനല്ലേന്ന് ചോദിക്കുക. അപ്പം ആരും ചോദിച്ചു, അല്ല IAS ജീവിതം നന്നാവുള്ളൂ, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി വേണമെന്ന് അച്ഛൻ എന്നെ എത്ര നിർബന്ധം എന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിർബന്ധമുണ്ട്, ഇതെൻ്റെ തീരുമാനമാണ്. ഇനി അതിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ പ്രയത്നിക്കാനായിട്ട്. പറഞ്ഞു കേട്ടല്ലോ, ഇതിനൊരു മാറ്റമില്ല എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആരിനും അനുസരിയൊക്കെ നിൽക്കുവാണ്. ബാലൻ തന്നെ തീരുമാനം പറഞ്ഞു. ബാലനാണെങ്കിൽ അവരങ്ങനെ ആയിത്തീരണം. എല്ലാവരുടെ സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച്, കാരണം മീനാക്ഷിയുടെ അച്ഛനെന്ന് അപമാനിച്ചു. അപ്പം അയാളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ വേണം. അങ്ങനെ ഒരു ചിന്തയും തീരുമാനമായിരുന്നു എടുത്തത്. പക്ഷെ ആരിൻ്റെ ഉള്ളിലെ മോഹങ്ങളും സ്വപ്നങ്ങളും വേറെയായിരുന്നു.
അപ്പം അതൊന്നും കാണാതെ ബാലൻ ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നത്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. അപ്പം അതിൻ്റെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ. അപ്പം എല്ലാവർക്കും കാത്തിരിക്കാം. നാളെ രാവിലെ തന്നെ ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.